ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഒരു ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കണതിൻ്റെ. അപ്പോൾ ഞാനത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ ഇതാ നമ്മൾ ആദ്യം ഒരു പാൻ വെച്ചിട്ടുണ്ട്. ബിരിയാണി പോട്ടാണ് കേട്ടോ. ഇനി അതിലോട്ട് നമുക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം ഗീ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലോട്ട് കാഷ്യൂ നട്ട്സും കിസ്മിസൊക്കെ ഒന്ന് ഇട്ടിട്ടൊന്ന് വറുത്ത് കോരി മാറ്റി വയ്ക്കാം. കാഷ്യൂ നട്ടും കിസ്മിസൊക്കെ ഞാൻ അതൊന്ന് വറുത്ത് കോരിയിട്ട് അതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ആ പാനിലോട്ട് തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ഒഴിച്ച് കൊടുത്ത ശേഷം ഞാൻ അതിലോട്ട് ഇട്ട് കൊടുക്കാൻ പോകുന്നത് പട്ട, ഗ്രാമ്പു, ഏലക്കായ കേട്ടോ. ഇവ മൂന്നും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം അതാ ഞാൻ അതൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ ഒന്ന് മൂത്ത് വരട്ടെ കേട്ടോ. അപ്പോൾ അതൊന്ന് മൂത്ത് വരുന്നുണ്ട്. നമുക്ക് ആ സമയം കൊണ്ട് നമ്മളവിടെ ഉള്ളി അരിഞ്ഞ് മാറ്റി വെച്ചതിന് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അത് ഏകദേശം നന്നായി ഒന്ന് വഴണ്ടി വരട്ടെ. അതിലോട്ട് ആവശ്യത്തിന് വേണമെങ്കിൽ കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് മൂടി വെക്കാം കേട്ടോ. മൂടി വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് വഴണ്ടി കിട്ടാനുള്ള ഒരു എല്ലാവർക്കും അറിയണതാണ്, എങ്കിലും ഞാൻ ഒന്ന് പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നമുക്കതൊന്ന് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് അതിനെ അടച്ച് വെച്ച് വേവിച്ചെടുക്കും. അപ്പോൾ അതാ ഏകദേശം ഈ പരുവായിട്ടുണ്ട്. ഞാൻ അതിലോട്ട് 2 പച്ചമുളക് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പച്ചമുളക് ഫസ്റ്റ് തന്നെ ഇടുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷെ അത് പൊട്ടിത്തെറിക്കുമ്പോൾ എനിക്കൊരു പേടിയാണ്, അതുകൊണ്ട് ഞാൻ സെക്കൻഡായിട്ടാണ് അത് ഇടൽ. പിന്നെ അതാ നമ്മളുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതൊരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ആ ഒരു ഇതിൻ്റെ പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോയിട്ട് മൂക്കുമ്പോൾ ഒരു നല്ല മണം വരുമല്ലോ, അത് വരയ്ക്ക് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇന്ന് ഞാൻ അതിലോട്ട് തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത്. തക്കാളി എടുത്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതും ഒന്ന് നന്നായി ഒന്ന് വഴണ്ടി വരുന്നവർക്ക് മൂടി വയ്ക്കാം കേട്ടോ. അത് വേണമെങ്കിൽ നമുക്ക് പകുതി ഇങ്ങനെ ഇട്ടിട്ട് പകുതി മിക്സിയിൽ അരച്ചിട്ടും ഒഴിക്കാം. ഞാനത് മൊത്തത്തിൽ ഇങ്ങനെ അങ്ങോട്ട് ഇട്ടുവെന്ന് മാത്രം കേട്ടോ. അത് ഏകദേശം നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ അതിലോട്ട് മല്ലിപ്പൊടി ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂണോളം ഇട്ടിട്ടുണ്ട് കേട്ടോ. 1.5 സ്പൂൺ ഇട്ടിട്ടുണ്ട്. മുളക് പൊടി എൻ്റെ കയ്യിൽ ഉള്ളത് എരിവ് കമ്മിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് 2.25 സ്പൂണോളം അത് ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ചുകൂടെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അടുത്തായിട്ട് ഈ ഗരം മസാല അതിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുകൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. നന്നായി വഴറ്റണം കേട്ടോ. ഏകദേശം അതിൻ്റെ ആ ഒരു എണ്ണമയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്നവരെ ഏകദേശം ഒന്ന് വഴറ്റിയിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് നമുക്കതിനൊന്ന് ആ ഒരു സ്മെല്ലൊക്കെ ഒന്ന് പോയിട്ട് ഇതാക്കിയെടുക്കാം കേട്ടോ. അതുകൊണ്ട് നമുക്കതിനൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പം ഞാനിത് ചിക്കനിൽ വെറുതെ കുറച്ചൊരു മുളക് പൊടിയും ഉപ്പും ഇട്ടിട്ട് അതിന് മാറ്റി വെച്ചാണ് കേട്ടോ. അപ്പോൾ അതിലോട്ട് നമ്മൾ ഇട്ടിട്ട് ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മോൾ ഇവിടെ ഇരുന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് വിളിക്കണം കേട്ടോ. അതുകൊണ്ടാണ് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഇടയിൽ മിസ്റ്റേക്ക് വരുന്നു പോകണത്. അപ്പോൾ അതായിരുന്നൊക്കെ വെള്ളം ഊർന്ന് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് അതിലോട്ട് ഇലകൾ ഇട്ട് കൊടുക്കാം. മല്ലിയിലയും പുതിന ഇട്ട് കൊടുക്കാം. പിന്നെ അതിലോട്ട് കുറച്ചുകൂടെ തൈര് ആഡ് ചെയ്തു. എന്നിട്ട് വീണ്ടും അതിനൊന്ന് ഇളക്കിയിട്ട് ഇനി ഞാൻ നമുക്ക് പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് ഞാൻ അപ്പം തന്നെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിരുന്നു കേട്ടോ. ഇനി ആ വെള്ളം എടുത്തിട്ട് തിളച്ച വെള്ളമാണ് ഒഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് കുക്ക് ആയി കിട്ടും കേട്ടോ. അല്ലാണ്ട് നമ്മളിതിൽ പച്ചവെള്ളം ഒഴിച്ചിട്ട് അത് തിളയ്ക്കുന്ന ടൈം വരെ വെയിറ്റ് ചെയ്യണ്ടേ. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഞാനത് അതിലോട്ട് അരി ഇട്ടു കേട്ടോ. അരിയിട്ടുണ്ട്. എൻ്റെ കയ്യിലൊരു മിസ്റ്റേക്ക് വന്നു കേട്ടോ. ഞാൻ ആ വെള്ളം തിളയ്ക്കുന്ന ടൈമിൽ നാരങ്ങ അതിൽ പിഴിയാൻ മറന്നുപോയി. അതുകൊണ്ട് ഞാൻ ഈ ഒരു സമയത്താണ് എനിക്ക് അതിൻ്റെ ഓർമ്മ വന്നത്. അപ്പോൾ ഞാൻ അതുകൂടെ അതിൽ പിഴിഞ്ഞിട്ട് നമുക്ക് നമ്മളെ മല്ലിയിലയും കാഷ്യൂ നട്ട്സും കിസ്മിസൊക്കെ വറുത്ത് കോരിയത് അവിടെ ഇടാം. അപ്പോൾ സെറ്റായപ്പോൾ ഇത്രയേ ഉള്ളൂ.